ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചേന കൊണ്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചേന മെഴുക്കുവരട്ടി. അതിനായി പകുതി ചേന അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. പീസാക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കൈ ചൊറിയാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചാൽ മതി. ഏത് രീതിയിൽ വേണേലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ചതുര കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചത്. എങ്ങനെ വേണേലും മുറിക്കാം. ഇത് കയ്യിൽ വെളിച്ചെണ്ണ തേച്ചത് കൊണ്ട് അധികം ചൊറിച്ചിലൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം. ചേന മെഴുക്കുവരട്ടി ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: ഒരു സവാള അരിഞ്ഞത്, 6 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 തണ്ട് കറിവേപ്പില, 4 ചുവന്ന മുളക്, വറ്റൽമുളക്. ഇത് നമുക്ക് ചതച്ചെടുക്കണം. മീൻസ് പിന്നെ വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയാണ് ഈ ചേന മെഴുക്കുവരട്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചേന നമുക്കതിലേക്ക് ചേർക്കാം. ചേന മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം വേണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്
എന്നിവ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. പാത്രം തുറന്ന് നോക്കാം. ചേനയൊക്കെ ഒരു മുക്കാലോളം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു സ്റ്റെയിനർ പാത്രം, ചുറ്റുള്ള പാത്രം എടുത്ത് അതിലേക്ക് ഊറ്റാം. വെള്ളമെല്ലാം കളഞ്ഞ് ചേനയെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതേ പാത്രം തന്നെ ഇപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. പൊട്ടുമ്പോൾ നമുക്ക് ചായച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അത് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് ചെറുതായി വാടുമ്പോൾ അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. എല്ലാം ചെറിയ സിമ്മിലിട്ടൊന്ന് വഴറ്റാം. സവാള ചെറുതായി ഒന്ന് വാടുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. സവാള ഒന്ന് ചെറുതായി ഫ്രൈ ആയിട്ടുണ്ട്, വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചേന ചേർക്കാം. ചേന ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യാം. ഇനി അടച്ച് വയ്ക്കണ്ട, തുറന്ന് വെച്ച് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഉടനെ പോകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് ചെറിയൊരു എരിവിനായി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്യും. ചേനമെഴുക്ക് വെച്ച് റെഡിയായിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചേനമെഴുക്ക് വട്ട് റെഡി. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
ചേന മെഴുക്ക് വരട്ടി റെഡി. ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.